നമസ്കാരം, സ്വാഗതം ഈവനിംഗ് ഡിബേറ്റിലേക്ക്. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും പകപോക്കാനും കിട്ടിയ അവസരമാണോ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം? ദിവസം 50 പിന്നിട്ടിട്ടും ഒരനക്കവുമില്ല നരേന്ദ്രമോദിക്ക്. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്രം തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ത്രിപുരയ്ക്കും നൽകിയത് വൻ സഹായം. ആവർത്തിച്ചാവശ്യപ്പെടുന്നത് അർഹതപ്പെട്ട സഹായമാണ്. വിവിധ കോണുകളിൽ നിന്ന് അത് അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന BJPക്കും പ്രതിരോധ ചുമതല. കേരളത്തിന്റെ കൈവശം ആവശ്യത്തിന് പണമുണ്ടെന്ന് ഗവർണറും കെ സുരേന്ദ്രനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പച്ചക്കള്ളം പടച്ചുവിട്ടു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള നീക്കങ്ങൾക്കിടയിൽ ലഭിച്ച തുറുപ്പുചീട്ടായി ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ജീവിതം ഇനിയും വെച്ച് കളിക്കരുത്. ഈവനിംഗ് ഡിബേറ്റ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കെ സുരേന്ദ്രനും. സംസ്ഥാനത്തിന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് എന്നാണ് ഇരുവരുടെയും വിചിത്രമായ വാദം. വയനാട് ദുരന്തമുണ്ടായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും കേരളത്തിന് കേന്ദ്ര സർക്കാർ തന്നില്ല എന്നിരിക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പുതിയ നീക്കം. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും മഹാദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടറിഞ്ഞതാണ്. എന്നിട്ടും ഒരു രൂപ പോലും ഇതുവരെയും കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവർണറും കെ സുരേന്ദ്രനും. Because of the constraint on resources, rehabilitation will not be affected. In my presence, he has said this. So we already have so much money. Money is pouring in. The rehabilitation plan has not yet been finalized. ഒരു പടി കൂടി കടന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ വിചിത്രവാദം. ആവശ്യത്തിനുള്ള തുക കേരളത്തിന്റെ കയ്യിലുണ്ട്. ദുരന്ത പ്രതിരോധത്തിനുള്ളതുണ്ട്, ദുരന്ത നിവാരണത്തിനുള്ളതുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കാൻ ഓരോ പണത്തിൻ്റെ ദൗർലഭ്യവുമില്ലാതെ ചെലവഴിക്കാനുള്ള കാശ് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇനി യാഥാർത്ഥ്യം എങ്ങനെയൊന്ന് നോക്കാം. 26,000 കോടി സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായ 2018 പ്രളയത്തിൽ കേരളം ആവശ്യപ്പെട്ടത് 6,000 കോടി രൂപ. കേന്ദ്ര സർക്കാർ നൽകിയത് 2,904 കോടി രൂപ മാത്രം. ഇതിൽ നിന്നും വിമാനക്കൂലി ഇനത്തിൽ 102 കോടി രൂപ കേന്ദ്രം തിരിച്ചു പിടിച്ചു. 2019 പ്രളയത്തിൽ 2,101 കോടി രൂപ കേരളം ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു രൂപ പോലും കേന്ദ്രം കേരളത്തിന് ഇതുവരെയും നൽകിയില്ല. വയനാട് മഹാദുരന്തമുണ്ടായത് ജൂലൈ 30-നാണ്. കൊല്ലപ്പെട്ടവർ 500-ന് മുകളിൽ. തെലങ്കാനയിലും ആന്ധ്രയിലും ഓഗസ്റ്റ് അവസാനം പ്രളയമുണ്ടായി. കൊല്ലപ്പെട്ടത് 32 പേർ. ഈ സംസ്ഥാനങ്ങൾക്ക് മോദി സർക്കാർ നൽകിയത് 3,448 കോടി രൂപയാണ്. കേരളത്തിനാകട്ടെ വട്ടപ്പൂജ്യവും. ഈ കണക്കുകൾ BJPയുടെ കേരള വിരോധം തുറന്നു കാട്ടുന്നതാണ്. സർക്കാരിനൊപ്പം നിൽക്കുന്നില്ലെങ്കിലും ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വയനാടിനൊപ്പമെങ്കിലും ഗവർണറും കെ സുരേന്ദ്രനും നിൽക്കണം. സഹായിക്കുന്നില്ലെങ്കിലും ഒരു നാടിനെ തകർക്കരുത്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്. ഈവനിംഗ് ഡിബേറ്റ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു CPIM-ൽ നിന്നും CK ശശീന്ദ്രൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ S മോഹൻകുമാർ എന്നിവർ. ആദ്യം BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസിലേക്കാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, 50 ദിവസം പിന്നിട്ടു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട്. കൃത്യം 11-ാം ദിവസം തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരുന്നു, സാഹചര്യങ്ങൾ കണ്ടിരുന്നു, വിലയിരുത്തിയിരുന്നു. കേരളത്തിന് അർഹിച്ച സാമ്പത്തിക സഹായം ലഭിക്കാൻ എന്താണ് കാലതാമസം? അങ്ങനെ കാലതാമസമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരന്തമുണ്ടായ ദിവസം മുതൽ കേന്ദ്രമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും കേന്ദ്ര സേനയടക്കമുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ മിഷനറിയും ഒരു ദുരന്തമുഖത്ത് എന്തൊക്കെ വിഷയങ്ങളാണോ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത്, ശ്രദ്ധിക്കപ്പെടേണ്ടത്, അതിനെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടത്, ആ തരത്തിൽ എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ട് ഇടപെടൽ ഉണ്ടാകേണ്ട, തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ സമയത്ത് തന്നെ അതാത് സമയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ ഇനി അതല്ല ആവശ്യപ്രകാരമോ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടോ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇടപെടൽ നടത്തേണ്ടത്, ഇവിടെയെല്ലാം യഥാസമയം ഇടപെടൽ ഉണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി, വയനാട് സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്തെല്ലാം സംസ്ഥാന ഗവൺമെന്റുമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും അതിലേതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങളെല്ലാം പെട്ടിട്ടുണ്ട്.
സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾക്കുള്ള പ്രപ്പോസലുമായി പോകേണ്ടത്. ആ തരത്തിലുള്ള പ്രപ്പോസൽ അവർ കൊടുത്തിട്ടുണ്ടാകണം എന്നതിനാണ് നാം വിശ്വസിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള പ്രപ്പോസലുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംഘം എത്തിയിരുന്നു. ആവശ്യപ്രകാരം കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനമുണ്ടായിരുന്നു. അവർ വിശദമായി ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യമുണ്ട്, ഇനി അതല്ല കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കേണ്ട പദ്ധതികളുണ്ടെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം കേന്ദ്ര സംഘവും അതോടൊപ്പം തന്നെ കേന്ദ്രത്തെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സംസ്ഥാന ഗവൺമെന്റും അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ചാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഏതൊരു ദുരന്തമുഖത്തും അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കൃത്യമായിട്ടുള്ള വികസന പദ്ധതികളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുനരധിവാസ പദ്ധതികളോ പുനഃക്രമീകരണ പദ്ധതികളോ എല്ലാം നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും സാഹചര്യങ്ങളും സ്വീകരിക്കേണ്ടതും നടപടികൾക്ക് തുടക്കം കുറിക്കേണ്ടതുമെല്ലാം അതാത് സംസ്ഥാന ഗവൺമെന്റുകളും ലോക്കൽ ബോഡി സംവിധാനങ്ങളും എല്ലാമാണ്. ശ്രീ കൃഷ്ണദാസ്, അങ്ങ് പറഞ്ഞ മറുപടിയിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തിരികെ ചോദിക്കാനുള്ളത്. ആദ്യം പറഞ്ഞ ഒരു കാര്യം, കാലതാമസമുണ്ടോ എന്ന് അറിയില്ല എന്നതാണ്. സാധാരണമായും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു പ്രകൃതി ദുരന്തമാകുമ്പോൾ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അടിയന്തര സഹായം, ഇടക്കാല സഹായം. പിന്നീടാണ് അങ്ങീ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ സ്ഥിര പുനരധിവാസത്തിന് വേണ്ടുന്ന സഹായത്തിലേക്ക് കടക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഒപ്പം തന്നെ ത്രിപുരയ്ക്കും അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര സഹായങ്ങൾ ഈ നിലയ്ക്ക് ഇടക്കാല സഹായം അനിവാര്യമാണ്, ആവശ്യമായി നൽകണം എന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണല്ലോ. അത് എന്തുകൊണ്ട് കേരളത്തിന് ലഭിക്കുന്നില്ല എന്നതല്ലേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരുന്നത്? പ്രശ്നം സമൂഹത്തിന്റെ മുൻപിലോ സർക്കാരിന്റെ മുൻപിലോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതിന്റെ ഞാൻ എൻ്റെ ഒരു അറിവനുസരിച്ച് പറയുന്നത്, സംസ്ഥാന ഗവൺമെന്റ് അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റിനെ അതിന്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് സമീപിക്കുകയും അതിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കപ്പെടും, അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോഴും 51 ദിവസം എന്ന് പറയുമ്പോൾ 2 മാസം പിന്നിടുന്ന ഒരു ഘട്ടം, ഒരു ചെറിയ ദുരന്തമല്ല സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം ആൾക്കാരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്, എത്രത്തോളം സ്ഥലങ്ങൾ ഒന്നാകെ ഇല്ലാതായിട്ടുണ്ട് എന്നത് നമുക്കറിയാം. നിശ്ചയിച്ചതിലും മുൻപേ 30 ദിവസം താൽക്കാലിക പുനരധിവാസത്തിന് നിശ്ചയിച്ചു സംസ്ഥാന സർക്കാർ. അതിനു മുൻപേ തന്നെ ആ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി ലോകോത്തര മാതൃകയിലുള്ള സ്ഥിര പുനരധിവാസത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേന്ദ്ര സഹായം എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണ നിലയിലേക്ക് അവിടുത്തെ സ്കൂളുകൾ, ഒപ്പം തന്നെ വ്യക്തിജീവിതം, അവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും തിരക്കിട്ട നടപടിക്രമങ്ങൾ തന്നെയാണ് ആവശ്യം. അതിനൊരു പ്രത്യേക ചർച്ചയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാലതാമസത്തിന്റെയോ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന്റെ പോലും ആവശ്യമില്ല ഈ ഇടക്കാല സഹായം പ്രഖ്യാപിക്കുന്നതിൽ. അതിൽ എവിടെയാണ് കേന്ദ്രത്തിന് ഈ തടസ്സമുണ്ടായിട്ടുള്ളത് ശ്രീ കൃഷ്ണദാസ്? എവിടെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസമുണ്ടായിട്ടുള്ളത് എന്ന് താങ്കൾ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനോ, ഇതിൽ ഏതെങ്കിലും തരത്തിൽ BJP ഇപ്പൊ നിങ്ങളുടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചത് അതാണല്ലോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻട്രോയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, BJP ഇതിലൊരു രാഷ്ട്രീയം കളിക്കുന്നു എന്നെല്ലാമാണ് നിങ്ങളുടെ ഇൻട്രോ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു വിവക്ഷ അനുസരിച്ച് സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നലെ കെ സുരേന്ദ്രൻ പറഞ്ഞ വിഷയം എന്താണ് ശ്രീ കൃഷ്ണദാസ്? കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വിഷയം എന്താണ്? കേരളത്തിന് പക്കൽ ഇപ്പോൾ ആവശ്യത്തിന് പണമുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതും പൊതുസമൂഹം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തര സഹായത്തിന് എപ്പോഴാണ് ഒരു തീർപ്പുണ്ടാകുക, ആ ആവശ്യത്തിൽ എപ്പോഴാണ് ഒരു തീരുമാനം വരിക എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി അതായിരുന്നു. 2018 പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിന് ഇത്ര വലിയ നഷ്ടമുണ്ടായി. അതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നത് 2000-ലധികം കോടി രൂപയാണ്. ഇതാണല്ലോ നിങ്ങളുടെ ഇൻട്രോയിൽ നിങ്ങളുടെ അവതാരകൻ പറഞ്ഞത്. അതിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തിൽ ഏതെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട പണത്തിൽ നിന്ന് ഏതെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടോ? അനർഹമായിട്ടുള്ളത് നേടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാക്കിയാൽ അത് ലഭിക്കുന്നതാണോ? ഇത് പരിശോധിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ചെലവാക്കി, പിന്നീട് അത് മുഖ്യമന്ത്രി തിരുത്തി ഞങ്ങൾ എസ്റ്റിമേറ്റ് കൊടുത്തതാണ്, അതല്ലാതെ ഞങ്ങൾ ചെലവാക്കിയതല്ല, അത് ആന്റിസിപ്പേറ്റഡ് എമൗണ്ട് കൂടിയുള്ളതാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇത് ജനങ്ങളോട് പറയണ്ടേ? എത്ര ചെലവാക്കി, എത്ര കിട്ടി, എത്ര കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ വ്യക്തത നടത്തേണ്ടത് അത് കേന്ദ്ര സർക്കാരിന് മുന്നിലല്ലേ? അത് കൃത്യമായി ആ കണക്കുകൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടിയല്ലേ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? പക്ഷേ യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രചാരണത്തിന്റെ വഴിതിരിച്ചു വിടാൻ അല്ലെങ്കിൽ കൃത്യമായ സാമ്പത്തിക സഹായം തടയാൻ ശ്രമിച്ചത് ആരാണ്?
എവിടെയാ തടയാൻ ശ്രമിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? അല്ല, കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് പക്കൽ എവിടെയെങ്കിലും പണം ആവശ്യത്തിന് തരില്ല. പൈസയുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ശ്രീ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം? അത് പറഞ്ഞത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അതുണ്ടാകുമല്ലോ. അതില്ല എന്ന് പറയേണ്ടത് ആരാണ്? ഞാനോ നിങ്ങളോ അല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അല്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ, ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ അത് പറയേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഇനി ഒന്നിനും ചെലവാക്കാൻ പണമില്ല, ഇനി ഞങ്ങൾ ഇതിൽ പാപ്പരായിരിക്കുകയാണ് എന്ന് പറയേണ്ടത് ആരാണ്? അങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പണമെല്ലാം കേന്ദ്രത്തിന് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തു. കേന്ദ്ര ഏജൻസികൾ വന്നപ്പോൾ ഞങ്ങൾ പണമെല്ലാം കൊടുത്തു. ബെയിലി പാലത്തിന് ഇത്ര കൊടുത്തു. അവിടുത്തെ ആളുകളുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇത്ര കോടി ചെലവാക്കി. ആളുകളുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര രൂപ വെച്ച് ഒരാൾക്ക് ചെലവാക്കി. ഈ തരത്തിൽ കണക്കുകൾ പുറത്തുവിട്ടത് ആരാണ്? ഞങ്ങളാണോ പുറത്തുവിട്ടത്? അല്ലല്ലോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ പറയുമ്പോൾ അതിന്റെ വ്യക്തത വരുത്തി അതിൽ കിട്ടേണ്ടത് എത്രയാണ്, കിട്ടാത്തത് സംസ്ഥാന എത്രയാണ്, ഗവൺമെന്റ് ഈ അതിൽ വിഷയവുമായി ലഭിക്കാൻ ബന്ധപ്പെട്ട് അർഹതയുള്ളത് അത്തരത്തിൽ ഒരു എത്രയാണ്. വ്യക്തമായ കണക്കും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിഷയത്തിൽ വളച്ചൊടിച്ച് വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ തന്നെ അത് തിരുത്തി പറഞ്ഞതും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെയാണ്. ആ നിലയ്ക്ക് ഒരു കണക്കും നിലവിൽ സംസ്ഥാന സർക്കാർ പുറത്തു വിട്ടിട്ടില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. അല്ല, താങ്കൾ തന്നെ ഒരു കൃത്യമായ വ്യക്തത വരുത്തിക്കൊണ്ട് പറയൂ, സംസ്ഥാന ഗവൺമെന്റിന് എത്ര ചെലവാക്കി, ഉം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ അർഹതയുള്ളത് എത്രയുണ്ടായിരുന്നു, അങ്ങനെ കിട്ടാൻ അർഹതയുള്ളതിൽ കേന്ദ്ര ഗവൺമെന്റ് എത്ര കൊടുത്തു, കേന്ദ്ര ഏജൻസികൾ എത്രത്തോളം സഹായം ഏത് ഈ വയനാട് വിഷയത്തിലാണ്? ഇപ്പോൾ ഈ ദുരന്തവുമായി വയനാട് ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് 2000-ൽ പരം കോടി രൂപയുടെ സഹായം ഇപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. എനിക്ക് കൃത്യമല്ല വിവരം, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം സംസ്ഥാനം കണക്കുകൾ ബോധിപ്പിക്കേണ്ടത് അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണ്. അത് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്, സംസ്ഥാനം ചെയ്യേണ്ടത് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സർക്കാർ ഒന്നടങ്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് ശ്രീ കൃഷ്ണദാസ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 261 കോടി രൂപയുടെ ഒരു ആന്റിസിപ്പേറ്റഡ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉം. 2000 കോടി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഒരു അതിശയോക്തി പറഞ്ഞതാണ്. അത് 2000 കോടിയാണോ, 3000 കോടിയാണോ, 5000 കോടിയാണോ, എത്രയാണെങ്കിലും കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വരേണ്ടതാണല്ലോ. അത് എത്ര വന്നാലും നമുക്ക് സന്തോഷമല്ലേ. അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നാലും സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നാലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നടപ്പാക്കിയാലും അത് സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് അവരുടെ അവകാശത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ അവരുടെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായോ കിട്ടേണ്ടതല്ലേ. അതിലാരെങ്കിലും എതിര് നിൽക്കുന്നുണ്ടോ? ശരി, എതിരാരും നിൽക്കാൻ പോകുന്നില്ലല്ലോ. ശരി. ഞാൻ പറഞ്ഞത് തിരിച്ചാണ്. ഉം. അതായത് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടേണ്ട മേഖലകളിൽ എവിടെയെങ്കിലും ഇടപെടാതിരുന്നോ? ഉം. അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ അതിലെവിടെയെങ്കിലും ഈ പുറംതിരിഞ്ഞു ഈ നിൽക്കുന്ന സാഹചര്യം മുണ്ടക്കൈ ഉണ്ടായോ? ചൂരൽമല അങ്ങനെ ഉണ്ടായി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അടിയന്തര ഇടപെടൽ ഏത് വിഷയത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ശ്രീ കൃഷ്ണദാസ്? ഏത് വിഷയത്തിലാണ് ഉണ്ടാകാത്തത്? എത്രാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി അവിടെ പോയത്? എത്രാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത്? ഉം. അപ്പൊ നമ്മൾ ഓരോന്ന് ആലോചിക്കണ്ടേ? അവിടെ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്? എത്ര സമയം കഴിഞ്ഞു? ആ സമയത്ത് ഏത് കേന്ദ്രമന്ത്രിമാർ അവിടെ സമയത്താണ് എത്തിയിട്ടുണ്ടോ? 5 അംഗ കേന്ദ്രത്തിന്റെ മന്ത്രിമാരുടെ അന്വേഷണ സംഘം ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ 5 അംഗ മന്ത്രിമാരുടെ സംഘം അവിടെ അന്നു മുതൽ നേരിട്ടെത്തി അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പിന്നെ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നതല്ല ഇപ്പോൾ കേരളം ഒന്നിച്ചാവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കൃഷ്ണദാസ്. മുഖ്യമന്ത്രി പോയതിനു ശേഷം എന്തെങ്കിലും നേട്ടം വയനാട്ടുകാർക്കുണ്ടായോ? ഉണ്ടായില്ലേ? സംസ്ഥാനം ഭരിക്കുന്ന അടിയന്തരമായി അവിടെ സന്ദർശനം താൽക്കാലിക നടത്തിയല്ലോ. പുനരധിവാസം പൂർത്തിയാക്കിയില്ലേ? സ്ഥിര പുനരധിവാസത്തിന്റെ ഇപ്പോൾ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നില്ലേ? അടിയന്തരമായി പ്രതിദിനം ഇത്ര രൂപ വെച്ച് ഓരോ കുടുംബത്തിനും നൽകുന്നില്ലേ? നിലവിൽ ലഭിക്കേണ്ടുന്ന രേഖകളെല്ലാം നൽകിയിട്ടില്ലേ? സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടില്ലേ? എല്ലാവരുടെയും ജീവിത സാഹചര്യം പഴയതിലും മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന സർക്കാർ കൃത്യമായി നടത്തുന്നില്ലേ? അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. നിങ്ങളൊരു രാഷ്ട്രീയത്തിന്റെ കണ്ണോട് കൂടിയിട്ടാണ് ഇതിനെല്ലാം കാണുന്നതെങ്കിൽ അങ്ങനെ തന്നെ കാണാനേ കഴിയൂ. മറിച്ച് അവിടെ ഒരു ദുരന്തമുണ്ടായ സമയം മുതൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടപടികൾക്ക് നേതൃത്വം കൊടുത്തില്ലേ? ഇനി അത് പോകട്ടെ, എല്ലാ ശരി. സേനാ വിഭാഗങ്ങളും പോലീസ് സംവിധാനത്തോടൊപ്പം തന്നെ എല്ലാ സേനാ വിഭാഗങ്ങളും കൃത്യമായി അവിടെ അവരുടെ പങ്ക് വഹിക്കുന്നതിന് അവരുടെ ചുമതലകൾ വഹിക്കുന്നതിന് വേണ്ടി വന്നില്ലേ? സൈന്യമല്ലേ അവിടെ തീർച്ചയായും പ്രധാനപ്പെട്ട സേനാ നടപടികളെല്ലാം വിഭാഗങ്ങളുടെ ചെയ്തിട്ടുള്ളത്? പ്രവർത്തനത്തെ ഒന്നും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് കാണുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായും സഹകരണം ഉണ്ടായി എന്നത് തന്നെയാണ്. ശ്രീ CK ശശീന്ദ്രൻ ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ വയനാടിന്റെ ഇത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം ആഴത്തിൽ ചേർന്ന് നിൽക്കുകയും പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ CK ശശീന്ദ്രൻ, വയനാടിന് വേണ്ടി അടിയന്തരമായി അനുവദിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് കൃത്യമായ ഒരു സാമ്പത്തിക പാക്കേജാണ്. ഏത് നിലയ്ക്കാണ് സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ കേന്ദ്ര സർക്കാർ ഈ നിമിഷത്തിൽ തയ്യാറായിരിക്കുന്നത് എന്നത് കുറഞ്ഞ പക്ഷം പൊതുസമൂഹത്തെയെങ്കിലും അറിയിക്കേണ്ടുന്ന
ഒരു ഘട്ടം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. 50 ദിവസം പിന്നിട്ട ഒരു ദുരന്തമാണ്. നാളിതുവരെയും ചില്ലിക്കാശ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാലതാമസം എന്തുകൊണ്ട് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കാലതാമസം വരുന്നു എന്നുള്ളത് എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതും ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. ഇവിടെ നേരത്തെ ചർച്ചയിൽ ശ്രീ കൃഷ്ണദാസ് ചോദിച്ചൊരു കാര്യം, മുഖ്യമന്ത്രി വന്നിട്ട് അവിടെ എന്താണ് നടന്നത്, മന്ത്രിമാർ എപ്പോഴാണ് വന്നത്? അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ലല്ലോ. 30-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോഴേക്ക് 2 മന്ത്രിമാർ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. 3 മന്ത്രിമാർ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ആളുകൾ വന്നു. ആദ്യത്തെ പ്രവർത്തനം എന്താണ് പ്രിയപ്പെട്ട കൃഷ്ണദാസ്? ആദ്യത്തെ പ്രവർത്തനം ജീവൻ അവശേഷിക്കുന്ന മുഴുവൻ ആൾക്കാരെയും സുരക്ഷിതമായി ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ മാറ്റുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി 30-ാം തീയതി 3 മണിയാകുമ്പോഴേക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല, അത് പറയാനുള്ള എല്ലാ വരും. 31-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് ജീവൻ അവശേഷിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ക്യാമ്പുകളിലേക്കോ ആശുപത്രികളിലേക്കോ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതിന് സൈന്യമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും അതിനെ തള്ളി പറഞ്ഞില്ലല്ലോ, അത് ശരിയല്ല എന്ന് പറഞ്ഞില്ലല്ലോ. സൈന്യം വരേണ്ടത് ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല, അവരുടെ ചുമതലയല്ലേ. അത് ഭരണഘടനാപരമായും എല്ലാ അർത്ഥത്തിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരും യോജിച്ചു വന്നിട്ടുണ്ട്, ജനങ്ങളും എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും, ജാതി മത വ്യത്യാസമില്ല, മുഴുവൻ ആൾക്കാരും യോജിച്ച് ഒരേ മനസ്സോട് ചെയ്തു. മുഖ്യമന്ത്രി 1-ാം തീയതി വന്നു, 30-ാം തീയതി അവിടെ നടക്കുന്നു, 1-ാം തീയതി മുഖ്യമന്ത്രി വന്നു, അവിടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു, ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. 11-ാം തീയതി പ്രധാനമന്ത്രി വന്നു. പ്രധാനമന്ത്രി വന്ന ശേഷം വ്യോമ നിരീക്ഷണം നടത്തി, സ്ഥലത്ത് പോയി. കൽപ്പറ്റയിൽ അദ്ദേഹം സർവകക്ഷി യോഗം കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, കേരളം നൽകുന്ന മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പണം ഇല്ലാത്തത് കൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയമായി കാണുന്നു എന്ന് പറഞ്ഞു. ത്രിപുരയിൽ ഇതിന് ശേഷമല്ലേ പ്രളയമുണ്ടായത്? ത്രിപുരയിൽ കൊടുത്തതിന് ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല കേട്ടോ. 40 കോടി രൂപ കൊടുത്തല്ലോ. തെലങ്കാന, ആന്ധ്രയിൽ 3048 കോടി രൂപ കൊടുത്തല്ലോ. പ്രാഥമിക ചെലവിലേക്ക് ഇത്ര കാശ് എന്ന് പറഞ്ഞ് കൊടുത്ത് പിന്നീട് വിശദാംശം ഇത്ര തരുന്നതിന് എന്താണ് ഒരു തടസ്സമുള്ളത്? എന്തിനാണ് ഒരു രാഷ്ട്രീയ വിവേചനം കേരളത്തോട് കാണിക്കുന്നത്? അവിടെ കേരളത്തിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണോ? കോൺഗ്രസ്സുകാർ മാത്രമാണോ? BJPയുടെയും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും ജനങ്ങളാണല്ലോ അവരെല്ലാം. ജനങ്ങളുണ്ടായ ശേഷമാണല്ലോ പാർട്ടി ഉണ്ടാവുക. അവരാണല്ലോ എല്ലാവരും വിളിച്ചു ധരിക്കുന്നത്. പ്രളയകാലത്തെ കുറിച്ച് പറഞ്ഞു. 2018-ലെ പ്രളയകാലത്ത് 30,000 കോടി രൂപയാണ് നമുക്ക് നഷ്ടമുണ്ടായിട്ട് കേന്ദ്രത്തിന് കണക്ക് കൊടുത്തിരുന്നത്. 2,914 കോടി രൂപയാണ് അവർ തിരിച്ചു തന്നത്. അതിൽ നിങ്ങൾക്കറിയുമോ? കൃഷ്ണദാസ് ഓർക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട കൃഷ്ണദാസ്, കേരളത്തിലേക്ക് അയച്ച അരിയുടെ കാശ് 205.81 കോടി രൂപ തിരിച്ചു മേടിച്ചു. ഹെലികോപ്റ്റർ സർവീസ് 102 കോടി രൂപ തിരിച്ചു മേടിച്ചു. ഇതല്ലേ കേന്ദ്രം ചെയ്തിരിക്കുന്നത്? ഈ രീതിയിൽ ഇനിയിപ്പം ഇതിനൊക്കെ പിന്നീട് കണക്ക് വരുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നേയില്ല. കേന്ദ്രം കേരളത്തോട് എന്തിനാണ് ഒരു വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നത്? ആ പണം തരുന്നതിന് പകരം തെറ്റായ ഒരു കണക്ക്, അത് ആ വാർത്ത എങ്ങനെ പുറത്തു വന്നു എന്ന് നമ്മളുള്ള ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്രത്തിനൊരു നിവേദനം കൊടുത്തു, ഞങ്ങൾക്ക് ഇത്രയൊക്കെ കാശ് ആവശ്യമുണ്ട്, കേന്ദ്രം പരിശോധിച്ചിട്ട് ഇത്രയും. ഞാൻ ചോദിച്ച കേന്ദ്രത്തിന്റെ സംഘം ഇവിടെ വന്നില്ലേ? ആ കേന്ദ്ര സംഘം ഒരു കണക്ക് മതിപ്പ് ചിലവ് കണക്കാക്കിയിട്ടില്ലേ? ഞങ്ങളുടെ കണക്ക് മാത്രം വേണം, സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്ക് മാത്രം. അതിനനുസരിച്ച് ഒരു പ്രാഥമികമായിട്ട് വിശദാംശങ്ങൾ പിന്നീട് പോട്ടെ, അത് ചെയ്യുന്നില്ലല്ലോ. അത് വേണമെന്ന് കേരളത്തിന് വേണ്ടി വാദിക്കാൻ കേരളത്തിലെ BJP നേതൃത്വം എന്ന നിലക്ക് നിങ്ങൾക്ക് കൂടി ചുമതലയില്ലേ? നമ്മളെല്ലാം മലയാളികളല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? സാമ്പത്തിക വിദഗ്ധൻ S. മോഹൻകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻകുമാർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയം അത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ഒരു ദുരന്തമുണ്ടായി ആദ്യമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലിക പുനരധിവാസം ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് 1 മാസത്തിനകം തന്നെ പൂർത്തിയാക്കുക എന്നതായിരുന്നു. നിശ്ചയിച്ചതും നേരത്തെ അത് പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക കാണിച്ചു തരാൻ അതിന് കഴിഞ്ഞു. ആ ഒരു കൃത്യമായ ഏകോപന പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളത് ഒരുപക്ഷെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ കൈയടിച്ച ഒരു വിഷയമായിരുന്നു. അതിനുശേഷമുള്ള ലക്ഷ്യമാണ് ഈ സ്ഥിര പുനരധിവാസം എന്ന് പറയുന്നത്. അതും ലോകോത്തര മാതൃകയിലുള്ള സ്ഥിര പുനരധിവാസം എന്ന വലിയൊരു ലക്ഷ്യത്തിന് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ടുള്ള അർഹമായ സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ്. ഇപ്പോൾ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയുമാണ്. ഈ ഒരു കാലതാമസം സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിലെ തടസ്സം എത്ര കണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കും?
നോക്കൂ, ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടായത് തന്നെ വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് വേണം പറയാൻ. കേരളത്തിലെ വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും പ്രിൻ്റ് മീഡിയ അത് പിന്നെ ഏറ്റെടുത്തു. ഇങ്ങനെ ഓരോ ശവശരീരത്തിനും കണക്ക് പറഞ്ഞ് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പിക്ചർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ മരണപ്പെട്ടവരോടും ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കളോടും കാണിക്കുന്ന വളരെ വലിയൊരു അനീതിയാണ്. അതൊരു ക്രിമിനൽ ആക്റ്റായിട്ട് വേണം ഇതിനെ നമുക്ക് ചിത്രീകരിക്കാൻ. നോക്കൂ, ഇവിടെ സംഭവിച്ചത് കേരളത്തിൽ വയനാട്ടിലെ 2 പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 500-ൽ പരം ആളുകൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതെ പോയി. അവരെ പരമാവധി ആളുകളെ ജീവനോടെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കേരള സർക്കാർ ആ ജീവനോടെ കണ്ടെത്താൻ ശ്രമിച്ചതിൽ അവിടെ പണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല. അവിടെ ഒരു JCB വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യന്ത്രത്തെ വിളിക്കുമ്പോഴോ അതിനുവേണ്ട ആളുകളെ വിളിക്കുമ്പോഴോ അതിനുവേണ്ട സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. പരമാവധി ആളുകളെ എത്രയും വേഗം കഴിയുന്നത്ര ജീവനോടെ സംരക്ഷിച്ച് ആശുപത്രിയിലാക്കേണ്ടവരാക്കുക, അല്ലെങ്കിൽ അവരുടെ മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഈ സമയത്ത് ഇപ്പം ജൂലൈ 30-ാം തീയതി നടന്ന സംഭവത്തിൽ, ഈ ദാരുണ സംഭവത്തിൽ ഒരാളിന് പോലും ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് ആ സമയത്ത് വാർത്ത ശ്രവിച്ച ഒരാളിനും തോന്നിയില്ല. അതിൻ്റെ അർത്ഥം കേരള ഗവൺമെൻറ് കയ്യിൽ കോടിക്കണക്കിന് രൂപ അനാവശ്യമായി കെട്ടിക്കിടക്കുന്നു എന്നല്ല, അതൊരു ഗവൺമെൻറ് എടുക്കുന്ന സമീപനമാണ്. ജനങ്ങളോട് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ കണക്കല്ല പറയേണ്ടത്, അവിടെ നിങ്ങൾ മറ്റൊന്നും നോക്കാൻ പാടില്ല, എവിടെ നിന്ന് പണം വരുന്നു എന്നുള്ളത് ഗവൺമെൻറ് നോക്കേണ്ട ആവശ്യമില്ല, പാടില്ല. ആ കാര്യങ്ങൾ ഒരു പരാതിയും കൂടാതെ ആളുകളുടെ കയ്യിൽ എത്രയും വേഗം എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട സമാശ്വാസം നൽകുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. ആ സമീപനത്തെയാണ് നമ്മൾ കാണേണ്ടത്. ആ സമീപനം കഴിഞ്ഞിട്ട് ഇതേപോലുള്ള സമീപനങ്ങൾ നടന്ന, ഇതേപോലുള്ള ദാരുണ സംഭവങ്ങൾ നടന്ന മറ്റ് സ്ഥലങ്ങളും മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രയിലും തെലുങ്കാനയിലും നടന്നു. ആന്ധ്രയിലും തെലുങ്കാനയിലും ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ നടന്നപ്പോൾ അവിടെ 3448 കോടി രൂപ കൊടുത്തത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ ഇപ്പോൾ കോടതിയിൽ പോയ ആളുകൾ അവിടുത്തെ കണക്കുകൾ ഒന്ന് പരിശോധിക്കണം. അതായത് ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്, കേരള ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുന്നത് 1201 കോടി രൂപയുടെ പ്രിലിമിനറി അസസ്മെൻ്റാണ്. ഈ പ്രിലിമിനറി അസസ്മെൻ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പണം മാത്രമല്ല, NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ടിന് കൊടുക്കുന്നത് 13ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. 13ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പണവും സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് സമാഹരിക്കുന്ന പണവും ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഡൊണേഷൻ ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. ഈ ഫണ്ട് ഒരു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ ഫണ്ട് അവിടെ പ്രവർത്തിക്കാൻ, സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട പണം കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. കണക്കൊക്കെ പിന്നെയാണ്, ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും പ്രധാനം. അത് സംരക്ഷിക്കാൻ എന്താണോ വേണ്ടത് അതവിടെ ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അതിൻ്റെ നാഷണൽ ഡിസാസ്റ്റർ മിഷൻ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ ചില കോളങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ശവശരീരം സംസ്കരിച്ചതിന് 75,000 കോടി രൂപ എന്ന് പറഞ്ഞ് കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും, ലോകം മുഴുവനും ഒരു വാർത്തയാക്കി മാറ്റുമ്പോൾ മരിച്ച ശവശരീരങ്ങൾ കുഴിയുടെ അടുത്ത് വന്ന് എന്നെ ഒന്ന് സംസ്കരിക്കുക എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിനെ അവിടെ കൊണ്ട് എത്തിച്ച ഒരു പ്രോസസ്സുണ്ട്. ഇതിൻ്റെ നമുക്ക് കണക്കൊന്നും അങ്ങനെ നോക്കിയെടുക്കുന്നതും ശരിയല്ല, അത് പറയുന്നതും ശരിയല്ല.
പക്ഷേ അതിന് കണക്ക് വേണമെന്നുള്ളതൊന്നും ആർക്കും അപ്പോഴും സംശയമില്ല. ശ്രീ മോഹൻകുമാർ, ഈ സാമ്പത്തിക സഹായത്തിനുണ്ടാകുന്ന കാലതാമസം അത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ, കാരണം മുന്നോട്ടുള്ള ഇതൊരു വലിയ ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയധികം ജനങ്ങളുടെ സാധാരണ ജീവിതത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യവുമാണ്. അതിന് കൃത്യമായി സാമ്പത്തിക സഹായം വേണം. അത് എത്രയും വേഗം എത്രയും വേഗം അങ്ങനെ പ്രഖ്യാപിക്കണം എന്ന ഒരു ആവശ്യമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഖം തിരിക്കുന്ന സമീപനമാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? തീർച്ചയായിട്ടും. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ളതാണ്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് മറ്റൊന്നാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്. ഇത് ആ സമയത്ത് ഇത്തരത്തിൽ വലിയൊരു മഹാദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ആംസുകളെയും അവരുടെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളെയും എക്യുപ്പ് ചെയ്യേണ്ട ജോലി കേന്ദ്ര സർക്കാരിനാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ വേണ്ട സഹായങ്ങൾ മിലിറ്ററിയുടെ കാര്യത്തിലായാലും മറ്റ് യന്ത്രസാമഗ്രികളുടെ കാര്യത്തിലായാലും സംസ്ഥാന സർക്കാരുകളുടെ ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്ത് സഹായിക്കുകയും ചെയ്യേണ്ടത് ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക സർക്കാർ ഉൾപ്പെടെ ഒരുമിച്ച് നിന്നും ജനങ്ങളും എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുകളും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് നോക്കൂ, ആസാമിലും മേഘാലയയിലും നടന്നു. ത്രിപുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ദുരിതങ്ങളുണ്ടായി. അത് വളരെ ദുരന്തമായ ഒരു അനുഭവമായി പോയി. 11,000 കോടി രൂപ കൊടുത്തു ഈ റിലീഫ് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ. 3,448 രൂപ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും കൊടുത്തു. ഇതെല്ലാം പ്രിലിമിനറി അസസ്മെൻ്റ് ഭാഗമായിട്ടാണ്. അതിനുവേണ്ടിയാണ് ഈ ദുരന്തം കഴിഞ്ഞ് 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി ഇവിടെ എത്തിയത്. 5ാമത്തെ ദിവസം കേന്ദ്രത്തിലെ ഒരു അസസ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ വന്നത്, മന്ത്രിമാരുൾപ്പെടെ. ഇവർ വരുന്നത് ഇതിനു വേണ്ടിയാണ്. പ്രിലിമിനറി ഇത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൻ്റെ നിയമപരിധിക്കകത്ത് വരുന്നതാണ്. എത്രയും വേഗം നിങ്ങൾ പണം എത്തിക്കാൻ വേണ്ടിയാണ്. അതിനിപ്പോൾ 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു പൈസ എത്തിയിട്ടില്ല. 2019 ദുരന്തം കഴിഞ്ഞു. 2,101 കോടി രൂപയുടെ ആവശ്യമാണ് സർക്കാർ ഉന്നയിച്ചത്. ഒരു പൈസ ഇതുവരെ സർക്കാരിൻ്റെ കയ്യിലെത്തിയില്ല. ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ എത്തിക്സ് ഇല്ല, ഒരു പൊളിറ്റിക്കൽ എറ്റിക്വേറ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ദുരന്തമുണ്ട്, എന്ത് രാഷ്ട്രീയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കേണ്ട, അവരുടെ ജീവനെ സംരക്ഷിക്കേണ്ട ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യത്തിനെയാണ് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് ഈ ഇത്തരത്തിലുള്ള തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും. ശ്രീ കൃഷ്ണദാസിലേക്കാണ് പോകുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹൻകുമാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, അർഹമായ വിഹിതം അനുവദിക്കും മുൻപുള്ള അസസ്മെന്റ് പ്രോസസ്സ് അത് ഏറ്റവും കൃത്യമായി നടപ്പിലാക്കുക എന്നത് അതിൻ്റെ പ്രൊസീജിയറാണ്, രീതിയാണ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നൊരു കാര്യമുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഇടക്കാല സാമ്പത്തിക സഹായം എന്ന് പേരിട്ട് അതിനെ വിളിക്കുന്നത്. ആ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കേരളത്തിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. അതേ ഒരു സാഹചര്യത്തിൽ നേരിട്ട ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഒപ്പം തന്നെ ത്രിപുരയ്ക്കും ആ ഇടക്കാല സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞു എന്നുള്ളതുമാണ്. സാമ്പത്തിക സഹായം നൽകിയത് വളരെ മികച്ചൊരു തീരുമാനമാണ്. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടാകാതെ വരുമ്പോഴാണ് അവിടെ കൃത്യമായി രാഷ്ട്രീയം കളിക്കുകയല്ലേ എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധനും ശ്രീ ശശീന്ദ്രനും സൂചിപ്പിച്ച വിഷയങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി അത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ കേന്ദ്ര സഹായം കിട്ടിയിട്ടില്ല, കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, കേന്ദ്രം അവഗണിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് വേണോ നമ്മൾ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ? ശ്രീ കൃഷ്ണദാസ്, ഈ 50 ദിവസത്തിനിടയിൽ എന്ത് പ്രഖ്യാപനമാണ് കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നത് മാത്രമല്ലേ ചോദ്യം? ഇത് നടക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഇടപാടുകളുടെ ഭാഗമായോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നടക്കുന്ന ആശയവിനിമയത്തിന്റെ ഭാഗമായോ, അതല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന് എത്ര കിട്ടണമെന്നുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ആന്ധ്രയ്ക്ക് കൊടുത്തു, മറ്റൊരു സംസ്ഥാനത്തിന് കൊടുത്തു. ഞാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് കൊടുത്തതും കൊടുക്കാത്തതും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനെല്ലാം കാരണങ്ങളെക്കാൾ അപ്പുറത്ത് ഒരു അപ്രോച്ച് ഉണ്ടാകുമല്ലോ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നടക്കുന്ന സ്പീഡായി നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകും. ആ പ്രോസസ്സ് ഏത് സംസ്ഥാനം ചെയ്യുന്നുവോ അതനുസരിച്ചാണ് നടക്കുക. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ചാനലിൽ ചർച്ച ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ആരോപണം ഉന്നയിച്ചത് കൊണ്ടോ പത്രപ്രസ്താവന നടത്തിയത് കൊണ്ടോ ഒരു സഹായം ലഭിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ.
അപ്പൊ സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ട രീതിയിൽ ഒന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ, അത് സംസ്ഥാന സർക്കാരല്ലേ പറയേണ്ടത്. അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാഷ്യം കേട്ടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ ഈ ചർച്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ചത് 2018 പ്രളയകാലത്തും കേരളത്തിൽ നിന്നൊന്നും കിട്ടിയില്ല, വേണ്ടത് കിട്ടിയില്ല. എന്താണ് അങ്ങയുടെ ഇതിനെ സംബന്ധിച്ചുള്ള ധാരണ? അല്ല, അദ്ദേഹം എത്ര സൂചിപ്പിച്ചത് കിട്ടിയെന്നും എത്ര 2019 കൊടുത്തു എന്ത് എന്നും ലഭിച്ചു എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഉം. 2018 പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ജില്ലകളിൽ ഒന്ന് എറണാകുളം ജില്ലയാണ്. മറ്റു ജില്ലകൾ അവിടെ നിൽക്കട്ടെ. എറണാകുളം ജില്ലയിലെ പ്രളയ ഫണ്ടിനെ സംബന്ധിച്ചുണ്ടായ കേസുകൾ എന്താണ്? എത്ര കേസുകൾ എടുത്തിട്ടുണ്ട്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ പറയട്ടെ. ആ പ്രളയ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് എങ്ങനെ വകമാറ്റി ചെലവഴിക്കപ്പെട്ടു? അത് മുഴുവനായും കൊടുത്തു തീർന്നിട്ടുണ്ടോ? എറണാകുളം ജില്ലയിലെ പറവൂർ മേഖലയിൽ ഇപ്പോഴും അതിന്റെ പണം കിട്ടാത്ത ആളുകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിന് പണം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ അതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അത് അഴിമതി കാണിച്ചു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൈകാര്യസ്ഥത കാണിച്ചു എന്നോ ഞാൻ ആരോപണം ഉന്നയിച്ചില്ലല്ലോ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് ഞാനോ നിങ്ങളോ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കലർന്ന പ്രസ്താവനകൾ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, കണക്കുകൾ കൊടുക്കുകയും അതിൽ ചെലവായ പണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ലഭിക്കേണ്ട പണം ലഭിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴാണ് ഇത് ലഭിക്കുന്നത്. അത് പറയേണ്ടത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് അല്ലേ. ശരി, ശ്രീ സി കെ ശശീന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, കേന്ദ്രത്തിന്റെ സഹായം അർഹിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല നാളിതുവരെയും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായമോ പ്രസ്താവനയോ ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നു പോയതിന് ശേഷം മറ്റ് നടപടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാത്ത ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ ചെന്ന് സന്ദർശിച്ചു ആവശ്യങ്ങൾ അവർ തമ്മിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പത്രവാർത്തയായിട്ട് എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ്. മുഖ്യമന്ത്രി പറയാതിരിക്കുന്നത് ഭരണപരമായി രണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്രം ഈ കാര്യങ്ങൾ ചെയ്യും എന്ന പ്രതീക്ഷയിലായിരിക്കാം ചിലപ്പോൾ മുഖ്യമന്ത്രി പറയാതിരിക്കും. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഭരണപരമായ കാര്യങ്ങൾ. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇതുവരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നല്ലോ, ആരും ഒരു ആക്ഷേപങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. എപ്പോഴാണ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വരാൻ തുടങ്ങിയത്? കേന്ദ്രത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടം, ആ മെമ്മോറാണ്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട പണം പുനരധിവാസം ഉൾപ്പെടെ സർവതല സ്പർശിയായ, മുഖ്യമന്ത്രിയുടെ പദം കടമെടുത്താൽ സർവതല സ്പർശിയായ ലോകോത്തര മാതൃകയായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി നമുക്ക് ആവശ്യമുണ്ട്. അതിന് പണം ആവശ്യമാണ്. ഈ പണം ലഭ്യമാകുന്നതിലേക്ക് അത് കൊടുക്കാതിരിക്കണം എന്ന രീതിയിലേക്ക് വലിയ വാർത്തകൾ, വലിയ രീതിയിലല്ലേ വാർത്ത വന്നിരിക്കുന്നു. ആളുകളെല്ലാം അമ്പരക്കുകയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നല്ലോ ഒരു മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ. അതിൻ്റെതായ ചില നോംസും അതിൻ്റെ ചില രീതികളും കൊടുത്തതാണ്. ആ അടിസ്ഥാനത്തിൽ പിന്നീട് ഒട്ടുമിക്ക മാധ്യമങ്ങളും ചാനലുകളും എല്ലാം വാർത്ത തിരുത്താനൊക്കെ ഇടയായി. പക്ഷെ ഒരു പ്രചരണം നല്ലപോലെ നടന്നല്ലോ. ആ പ്രചരണത്തിന്റെ വന്ന ഉടനെ കേരളത്തിൽ UDF-ഉം BJP-യും വയനാട്ടിൽ അവരെല്ലാം കലക്ടറേറ്റ് മാർച്ചൊക്കെ സംഘടിപ്പിച്ചല്ലോ. അപ്പോഴല്ലേ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഇപ്പോഴേ ഇടതുപക്ഷ നിലക്ക്, ഞങ്ങളെ പാർട്ടി എന്ന നിലക്ക് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പാർട്ടികളൊക്കെ ജനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇന്നാണുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. അത് പറയാനല്ലല്ലോ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്ര ദിവസമായിട്ടും ശരി, കേന്ദ്ര സംഘം വന്നു, അവർക്ക് ബോധ്യമായി, ഒരു പ്രാഥമികമായിട്ട് ഇത്ര ഞങ്ങൾ അനുവദിക്കുന്നു, ബാക്കി തുക വിശദമായ പരിശോധനയ്ക്ക് ശേഷം തരാമെന്ന് പറയുന്ന രാഷ്ട്രീയമായ മര്യാദ അതിനകത്തുണ്ട്. രാഷ്ട്രീയക്കാട് വിടട്ടെ, ഒരു ജനതയോടുള്ള മര്യാദയില്ലേ കേന്ദ്ര ഗവൺമെന്റും കേരളവും തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത്. അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും ഉന്നയിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട കൃഷ്ണദാസ്, നമ്മൾ കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടവരല്ലേ നമ്മളെല്ലാവരും? അതിനുവേണ്ടി നിൽക്കേണ്ടതല്ലേ? ആ അടിസ്ഥാനത്തിൽ അതിനെന്താണ് തെറ്റു പറയുന്നത്? ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയമായി പറയേണ്ട സന്ദർഭത്തിൽ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പറയാം. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ആന്ധ്രയോട് കാണിക്കുന്ന ഒരു സ്നേഹം തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹം തന്നെ, അത് വേണം. ത്രിപുരയോട് കാണിക്കുന്ന സ്നേഹം എന്തുകൊണ്ട് കേരളത്തോട് കാണിക്കുന്നില്ല? സ്നേഹം എല്ലാം, നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണല്ലോ, നമ്മളെല്ലാം ഇന്ത്യയുടെ മക്കളാണല്ലോ. എന്തിനാണ് നമ്മളൊരു വിവേചനം കാണിക്കുന്നത്? അപ്പോഴാണ് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു എന്ന സംശയം ഉയർന്നു വരിക. അപ്പോഴാണ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വരിക.
മാത്രമല്ല ഈ വാർത്തകൾ തന്നെ പുറത്തു വരുന്നതിനകത്ത് തന്നെ ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ വേണ്ടി കഴിയുമോ? കേന്ദ്രത്തിന് ഒരു പൈസയും ഇങ്ങോട്ട് കിട്ടേണ്ടതില്ല എന്ന രീതി, കാള പെറ്റു പറയുമ്പോൾ കയറെടുക്കുന്ന രീതിയിലേക്ക്, വാസ്തവങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലേക്ക് അല്ലേ പിന്നീട് അതിനുമുള്ള പ്രതികരണങ്ങൾ BJPയും UDFും ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില ആൾക്കാരും എല്ലാം നടത്തിയിരുന്നത്. പിന്നെ മുഖ്യമന്ത്രി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വലിയ തിരുത്തുകൾ വന്നെങ്കിലും എല്ലാവരും ഒരേപോലെ തിരുത്തി നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് നിൽക്കേണ്ടത്, ഇതുവരെ കൂട്ടായിട്ട് നിന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ സഹായം കിട്ടിയില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. എന്താണ് ഇത്രയും ദിവസമായിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. കൃഷ്ണദാസും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഭരണപരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വീഴ്ചകളോ തട്ടിപ്പുകളോ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. ഒരാളെയും അതിൽ നിന്ന് വെള്ളപൂശാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന കാര്യം തെറ്റുകളൊക്കെ ചില ഭാഗത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ശ്രീ കൃഷ്ണദാസ്, ഈ ഒരു വിഷയത്തിൽ കൂടുതലായി രാഷ്ട്രീയം കാണുന്നത് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക വിഹിതം അനുവദിക്കാത്ത വിഷയത്തിൽ രാഷ്ട്രീയ കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് അങ്ങ് കുറി പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിൽ രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ വന്നത് കഴിഞ്ഞ ദിവസമാണ്. അത് ഗവർണറുടെ ഭാഗത്തു നിന്നും വന്നു. ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ചെലവഴിക്കാനുള്ള പണം, ആവശ്യത്തിന് പണം, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, കേരളത്തിന്റെ കയ്യിലുണ്ട് എന്നതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്ന് പറയുന്നത്. ഈ നിലയ്ക്കുള്ള പ്രസ്താവനയ്ക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ ആ വിഷയത്തിലൊരു കാലതാമസം ഉണ്ടാകാൻ അത് വഴിയൊരുക്കും, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ചർച്ചകൾ വഴിമാറും എന്ന് ചിന്തിച്ചാൽ അതിൽ എന്താണ് തെറ്റ് ശ്രീ കൃഷ്ണദാസ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും വന്നിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുത്തു എന്ന് പറയുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി. സോഷ്യൽ മീഡിയയിലുണ്ടായി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, നേതാക്കന്മാർ അവരെല്ലാം പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഗവർണർ ആണെങ്കിലും മറ്റാളുകളാണെങ്കിലും ആരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്? അതിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള നിലക്കല്ലേ? അപ്പൊ ഇതിൽ കൗണ്ടർ അറ്റാക്കോ അറ്റാക്കിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സുവ്യക്തമായിട്ടുള്ള ധാരണ ജനങ്ങൾക്കുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. നേരത്തെ അരിയുടെ കണക്കിനെ സംബന്ധിച്ച് പറഞ്ഞു, ഹെലികോപ്റ്ററിന്റെ കണക്കിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊന്ന് തിരിച്ചു ചോദിക്കുന്നത്, ഞാൻ അതിന്റെ കണക്കുകളിലേക്കല്ല കടക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇനി അതല്ല മറിച്ച് ഏതെങ്കിലും ഒരു ദുരന്ത മുഖത്താണെങ്കിലും അല്ലെങ്കിലും സർക്കാർ ഒരു പണം ചെലവാക്കുമ്പോൾ അതിന് കണക്കും കാര്യവും വേണ്ട, അതിനൊരു മാനദണ്ഡം വേണ്ട, അതിന് നിഷ്കർഷിക്കപ്പെടുന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെയും കാര്യങ്ങൾ നടക്കണം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും അത് ദേശീയ നയമനുസരിച്ചും ദേശീയ ദുരന്ത നിവാരണ നയമനുസരിച്ചും എല്ലാം നടക്കുന്ന, അത് സംസ്ഥാന ഗവൺമെന്റ് ദുരന്ത നിവാരണ ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു നയം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നയത്തിന്റെ അടിസ്ഥാനത്തിലും ആ നയത്തിന്റെ മാനദണ്ഡങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഇടപെടാൻ വേണ്ടി കഴിയൂ. അങ്ങനെയുള്ള ഇടപെടലുകൾ അത് സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും അങ്ങനെ നടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേരളത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ വിഷയത്തിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ ഇപ്പോൾ അതിൽ താരതമ്യം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അങ്ങക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അങ്ങ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ 100 ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന ഗവൺമെന്റിന് എപ്പോഴാണോ എന്ത് കാര്യത്തിലാണോ ആവശ്യമുണ്ട്, കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ളത്, തോന്നിയിട്ടുള്ളത്, ആ ഘട്ടങ്ങളിൽ ഒരു മണിക്കൂറിന്റെ പോലും വ്യത്യാസമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശ്രീ ശശീന്ദ്രൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഔദ്യോഗികമായി സർക്കാരിന് അങ്ങനെ ഒരു ആരോപണമില്ല. ഞാനതല്ലേ സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അങ്ങനെയെങ്കിൽ 11ാമത്തെ ദിവസം എത്തിയ പ്രധാനമന്ത്രിയോട് അത് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ട വിഷയമല്ലേ? അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ടെത്തി ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ഈ കാര്യങ്ങളടക്കം സംസാരിച്ചിട്ടില്ലേ? ഇപ്പോൾ ദിവസം 50 പിന്നിട്ടു ശ്രീ കൃഷ്ണദാസ്. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ സർക്കാരിന്റെ വക്കാലത്തെടുത്തുകൊണ്ട് ഒരു പ്രചരണത്തിന് ഇറങ്ങിയാൽ അതിന് തിരിച്ച് പ്രചരണവും തിരിച്ച് സാധ്യതകളും ഉണ്ടാകും.
അതിലേക്ക് നിങ്ങൾ കടന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് നിങ്ങൾ ആലോചിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് അതിന്റെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വക്കാലത്തെടുക്കുന്ന കാരണം വിഷയമല്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. ഇത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. നേരത്തെ ശ്രീ സി കെ ശശീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുന്നിൽ എന്താണ് നിൽക്കുന്ന യാഥാർത്ഥ്യം? അങ്ങ് യാഥാർത്ഥ്യമല്ലേ പറയൂ. 53 ദിവസം പിന്നിട്ട ഒരു അങ്ങനെ ദുരന്തത്തിൽ തർക്കിക്കാനാണെങ്കിൽ ഇടക്കാല സഹായം എവിടെ? ശരി, ഒരു സ്ഥിര സഹായം വേണ്ട, ഒരു സ്ഥിര സഹായത്തിലേക്ക് വരണ്ട. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങളോട് ഏറ്റവും മാന്യമായ ഭാഷയിൽ ഒരു 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 സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനോ ഒരു പക്ഷവും പിടിക്കാതെയാണ് ഞാൻ നിങ്ങളോട് എന്റെ ഉത്തരം പറഞ്ഞത്. എനിക്ക് രാഷ്ട്രീയം പറയാൻ അറിയാത്തത് കൊണ്ടല്ലോ അത്. അപ്പൊ സ്വാഭാവികമായ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടിയില്ല എന്ന് നിങ്ങൾ പ്രചരണം നടത്തുമ്പോൾ ഏത് വിഷയത്തിലാണ് നടപടിക്ക് കുറവുണ്ടായത് അത് പറയൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു ആരോപണം കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കുണ്ടോ? സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്ന വിഷയത്തിലെ കാലതാമസമാണ് ചോദ്യം. അല്ല, ആങ്കർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ വായിൽ തോന്നുന്ന ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഞാൻ ചോദിച്ചത്. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ടോ? അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകുന്നതിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രചാരണങ്ങൾ വഴിയൊരുക്കുന്നു എന്ന് മന്ത്രിമാർ തന്നെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? നിങ്ങളുടെ പ്രചരണത്തിന്റെ കൗണ്ടർ പ്രചരണത്തിനുള്ള ആളല്ല ഞാൻ പറഞ്ഞത്. സംസ്ഥാന അങ്ങനെ ആരോപണം ഇല്ലല്ലോ. സംസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലൊരു പിന്നോട്ടടിച്ചു, വയനാട്ടിലെ ഏതെങ്കിലും വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടില്ല, അങ്ങനെ കേരളത്തിൽ ഒരു മന്ത്രി ഉയർത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ശ്രീ പി കൃഷ്ണദാസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്ന യാഥാർത്ഥ്യം അവിടെയും മറച്ചുവെക്കപ്പെടുകയാണ്. വയനാട് ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പണം ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ പണം തരാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് അനാവശ്യമായി വെച്ചു നീട്ടുന്നത്, സമയം ഇങ്ങനെ ദുരുപയോഗിക്കുന്നുള്ള ചോദ്യം സമൂഹത്തിന് എല്ലാ മേഖലയിലും ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയമായൊരു മറുപടിയാണ് കൃഷ്ണദാസുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റ് ആന്ധ്രയിൽ ചെയ്തതുപോലെ ത്രിപുരയിൽ ചെയ്തതുപോലെ ആ ചെയ്തതിനൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, തെറ്റാന്നല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതേ ഒരു പരിഗണന എന്തുകൊണ്ട് കേരളത്തിന് കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയാൽ അതിന് രാഷ്ട്രീയമായിട്ടുള്ള വിവേചനം അല്ലാതെ വേറെന്താ ഞങ്ങൾക്ക് ഒരു മറുപടി പറയാൻ വേണ്ടി കഴിയുക? ഗവൺമെന്റുകൾ തമ്മിലുള്ള നിലപാടുകൾ ഗവൺമെന്റ് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ടത് അത് ഗവൺമെന്റ് പറയേണ്ടതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി സാമ്പത്തിക സഹായം കിട്ടുന്നത് വൈകുന്നു എന്ന് കണ്ടപ്പോൾ നേരിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ വേണ്ടി പോയല്ലോ. അവര് തമ്മിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. അതിപ്പോ സ്വാഭാവികമല്ലേ? അത് അവര് ഗവൺമെന്റ് പറയേണ്ടത് ഗവൺമെന്റ് പറയട്ടെ. പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സന്ദർഭം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ തെറ്റായ രീതിയിൽ ഒരു പ്രചരണം ഒരു ഭാഗത്ത് വന്നു. കേരളത്തിലെ ഗവൺമെന്റ് എന്താ കഴിഞ്ഞ 2-3 ദിവസം വന്ന പ്രചരണം വലിയ രീതിയിലുള്ള പണം കൊള്ളയടിച്ചു എന്നല്ലേ, വലിയ അഴിമതി എന്നല്ലേ സുരേന്ദ്രൻ എന്തൊക്കെയാ പറഞ്ഞത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ല അദ്ദേഹം. അഴിമതി എന്നല്ല പറഞ്ഞത്, കൊള്ള എന്നല്ല പറഞ്ഞത്. അതെല്ലാം നമ്മൾ കേട്ടല്ലോ. പക്ഷെ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടിയോ? അതല്ല നമ്മൾ ആലോചിക്കണ്ടേ. പണം കിട്ടണ്ടേ? മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിനും അവകാശപ്പെട്ടതല്ലേ അത് ചോദിച്ചാൽ അതിന് രാഷ്ട്രീയമായിട്ട് കേന്ദ്രത്തെ കുറ്റം പറയാമെന്നാണ്. ഞങ്ങൾ എങ്ങനെ പറയണത് ഇപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ വലിയ ക്യാമ്പയിനുകളൊന്നും ഇപ്പോഴും എടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? കേന്ദ്രം തരേണ്ടുന്ന കാശ് തരും എന്ന ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലാണ് മലയാളികൾ നിൽക്കുന്നത്. കാലതാമസം വരുന്നതിലാണ് ഞങ്ങൾ കൃഷ്ണദാസ് ആ വിഷയത്തിൽ മറുപടി എന്താണ്? എനിക്ക് ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അതിലൊരു മറുവാദം എന്നുള്ള നിലക്കല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മേഖലയിലും ചെലവാക്കിയിട്ടുള്ള പണം എത്രയാണ്? സംസ്ഥാന ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ള പണം എത്രയാണ്? കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി ലഭിച്ചിട്ടുണ്ടോ? ഇനി അതല്ല മറ്റ് സഹായങ്ങൾ സംസ്ഥാനത്തിന് ഇതിന്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ഇത്ര കിട്ടാനുണ്ട്. ഇതിന്റെ ഒരു കണക്ക് പുറത്തുവിടേണ്ടത് ആരാണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ധവളപത്രം സംസ്ഥാന സർക്കാർ പുറത്തുവിടട്ടെ. ധവളപത്രമൊന്നും വേണ്ട. സർക്കാർ ഇതിൽ ഞങ്ങൾക്ക് ഇത്ര ചെലവായി, ഞങ്ങൾ ഇത്ര കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി ഇത്ര ബാധ്യതയുണ്ട്, അങ്ങനെ ഒരു വ്യവസ്ഥ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾക്ക് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ 50 ദിവസം കഴിഞ്ഞില്ലേ, 40 ദിവസം കഴിഞ്ഞില്ലേ, കേന്ദ്രം തരേണ്ടതല്ലേ, അവിടെ കൊടുത്തില്ലേ, ഈ സംസ്ഥാനത്ത് കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും. എത്രയോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന കേരളത്തിൽ കിട്ടിയില്ല എന്ന് എന്തൊരു തെറ്റായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടില്ല എന്തൊരു തെറ്റായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്? അപ്പൊ നിങ്ങൾക്ക് പ്രചരണം നടത്താനുള്ള അവകാശമുള്ളത് പോലെ തന്നെ ആളുകൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ കേരളം എത്ര ചെലവാക്കി, കേരളം എത്ര നടത്തി? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹൻകുമാറിലേക്ക് കൂടി പോകണം. ശ്രീ മോഹൻകുമാർ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, ആദ്യം ഈ വിഷയങ്ങളിൽ കേന്ദ്രവുമായി ചർച്ച നടത്തിയ സംസ്ഥാന
സംസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷേ ഈ ഇടക്കാല സഹായം പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാകണമെന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള ഒരു പ്രൊസീജിയറൽ ലാഗ് മാത്രമാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഇതിനകത്ത് ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് അല്ല, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അല്ല, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടാണ്. അതായത് ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ ഉടൻ തന്നെ അവിടുത്തെ പ്രാദേശിക അതായത് സംസ്ഥാന സർക്കാരിനെ എക്വിപ്പ് ചെയ്യാൻ നമ്മുടെ ധനകാര്യ കമ്മീഷൻ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണിത്. അത് ഒരുപക്ഷെ പരിശോധിക്കുന്നതിന് വേണ്ടിയാവാം ഉടൻ തന്നെ കേന്ദ്ര സംഘവും അത് കഴിഞ്ഞ് 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി ഇവിടെ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാകണം ആന്ധ്രയ്ക്ക് തെലങ്കാനയ്ക്കും കൂടെ 3448 കോടി രൂപ കൊടുത്തത്. എന്തുകൊണ്ട് 50 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിന് ഇത് കിട്ടില്ല എന്ന് ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയ ചോദ്യത്തിലുപരി മനുഷ്യത്വപരമായ ഒരു ചോദ്യം കൂടെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീട് വയ്ക്കുന്നതിന് ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ തന്നെ 1.5 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഒരു പശുക്കൂടുണ്ടാക്കാൻ പോലും 50,000 രൂപ നമ്മുടെ കന്നുകാലി വകുപ്പ് അനുവദിക്കുന്നുണ്ട്. കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയുണ്ടെങ്കിലേ കേരളത്തിൽ മാന്യമായി താമസിക്കാൻ പറ്റുന്ന ഒരു വീട് ഒരു കുടുംബത്തിനുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന 50 ദിവസം കഴിഞ്ഞിട്ടും വാടകയ്ക്ക് താമസിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുകയും അവരുടെ ഉപജീവന മാർഗങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ആളുകളെ തിരിച്ചവിടെ കൊണ്ടുവരാൻ 50 ദിവസമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാലയളവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആടിന് ഇട്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് 4000 രൂപയാണ്. 4000 രൂപ കൊടുത്താൽ കേരളത്തിൽ ഒരു കുട്ടിയാടിനെ കിട്ടുള്ളൂ. പ്രായപൂർത്തിയായ ഒരു ആടിനെ കിട്ടണമെങ്കിൽ 10,000 രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം. അവരുടെ ഉപജീവന മാർഗമായിരുന്നു അതൊക്കെ. പശുവിൻ്റെ കാര്യത്തിലും ഇതുപോലെ. ഇത്തരത്തിൽ ഒരു സർക്കാരിനെ നമ്മൾ വിലയിരുത്തുന്നത് നോർമൽ കോഴ്സിലല്ല, ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് പ്രതികരിക്കുന്നു, അതിനോട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, പ്രതിരോധിക്കുന്നു. എന്തായാലും ആ നിലയ്ക്ക് ജനങ്ങളോട് കൂടുതൽ ചേർന്ന് നിന്നുള്ള പ്രവർത്തനം അത് ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായം എന്ന വിഷയത്തിൽ വരുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് എത്രയും വേഗം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും സംസ്ഥാനത്തിനുള്ളത്, സർക്കാരിനുള്ളത്. എന്തായാലും ഈവനിംഗ് ഡിബേറ്റ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്.